അവിടെ ശരീരത്ത് അപ്പടി രോഗമെന്ന് പറ, അത് ബ്ലീഡിങ്. ഇവിടെ അമ്മയ്ക്ക് മനസ്സിനൊരു പ്രശ്നമുണ്ട്. ഉണ്ട്. എത്ര കിലോ ഉണ്ടായിരുന്നു? 110 കിലോ. ആണ്ടവര് ഇന്ന് രാവിലെ നിന്നെ സുഖപ്പെടുത്താൻ പോവാ. ആ കണ്ണാടി വെച്ച് നിൽക്കുന്ന മോള്, നീല ഷാളിട്ട കണ്ണാടി വെച്ച മോള്, മോളെ അവൾക്ക് മലയാളം അറിയാമെന്ന് ചോദിച്ചേ. തമിഴ് അറിയാം, മലയാളം അറിയത്തില്ല. ഒഴിവാ. അവിടെ നിന്നാ മതി മോളെ. മോളെ, നിന്റെ ശരീരത്ത് അപ്പടി രോഗ. പാസ്റ്ററെ പറഞ്ഞു കൊടുക്ക, അവിടെ ശരീരത്ത് അപ്പടി രോഗമെന്ന് പറ. എന്തോ പറഞ്ഞേ? ഉണ്ടെന്നാ പറഞ്ഞേ. അത് ബ്ലീഡിങ്ങാ. ആമാ, സത്യം. ഇങ്ങോട്ട് വാ. ആണ്ടവര് ഇന്ന് രാവിലെ നിന്നെ സുഖപ്പെടുത്താൻ പോവാ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ആണ്ടവര് നിന്നെ തൊടാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളോ ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വീട്ടിലേക്ക് യേശു ഇറങ്ങി ചെല്ലാൻ പോവാ. പാസ്റ്ററെ, എത്ര വർഷമായിട്ട് ഇവക്ക് രക്തപ്പോക്കായിട്ട് വ്യാധി? 3 വർഷം. അവിടെ 3 വർഷമായി. 17 വയസ്സോ? 17 വയസ്സ്. അമ്മയ്ക്ക് മനസ്സിനൊരു പ്രശ്നമുണ്ട്. ഉണ്ട്. അവൾ എക്സൈറ്റഡ് ആകട്ടോ. അവള് ഞെട്ടി നിൽക്കുക. എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയെ ദൈവം സുഖപ്പെടുത്താൻ പോവാ. കൈയടിച്ച് ആധരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ആളുകൾ ഒരുമിച്ച് വിളിച്ച് ഇന്ന് രാവിലെ യോഗത്തിൽ ഒരാൾ വന്നിട്ടുണ്ട്. വന്നിട്ടുള്ള ആളിന്റെ പേര് യേശു എന്നാണ്. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം യേശുവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായി. സ്നേഹിതരെ, ഞാനൊരു വെളിപ്പാട് കാണുക. ആ കാണുന്ന വെളിപ്പാട് ഇങ്ങനെ, അച്ഛാ, അത്ഭുതം നടക്കും. കണ്ണാടി, വെള്ള ഉടുപ്പ്, കണ്ണാടി.
ദൈവപ്രവൃത്തി വീട്ടിൽ ഇറങ്ങി വരാൻ പോവാ. നീ കരഞ്ഞോണ്ട് വന്ന വിഷയത്തിൽ ആർപ്പോടെ കൊയ്ത തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാ. കൈയടിച്ച് ആദരം തുറന്ന യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ വിളിച്ച്, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ദിനമാ, ഇത് യേശുവിന്റെ അത്ഭുതത്തിന്റെ ദിനമാ. ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നുണ്ട്. ഈ രാവിലെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. മോളെ, നിന്റെ പേര് പറഞ്ഞേ. റബാസ. അവരോട് ചോദിക്കാം, അവിടെ അമ്മയ്ക്ക് എത്ര വർഷമായിട്ട് ഈ പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കാം. அம்மாவுக்கு எவ்வளோ வருஷமா அந்த வியாதி இருக்கு? மனோ கவலை 18 വർഷമായി. ഇന്ന് രാവിലെ ആണ്ടവര് നിന്റെ അമ്മയെ സുഖപ്പെടുത്തും. ஆண்டவர் அம்மாவை குணமாக்க போதும். എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അവളുടെ അമ്മയുടെ മനോരോഗം ഇന്ന് രാവിലത്തെ പ്രാർത്ഥന ദൈവം സൗഖ്യമാക്കാൻ പോവാ. அம்மா மேல் இந்த ஆண்டவர் என்கிட்ட சொல்லுது, உங்க அம்மா இன்னைக்கு சுகமாக போகுது. ഈ രാവിലെ ഇവളുടെ ബ്ലീഡിങ്ങിന്റെ രോഗം ഇപ്പൊ സൗഖ്യമാകാൻ പോവാ. ഇതൊരു പൈശാചിക രോഗമാണെന്ന ദൈവം എന്നോട് പറയുന്നേ. ഇതൊരു പൈശാചികമായിരിക്കുന്ന നോയ്. ഇവള് വണ്ണം കുറയ്ക്കുവാന്നൊന്ന് ചോദിച്ചേ. ഉടമ്പ് വണ്ണം കുറയ്ക്കുന്നതിന് മലയാളം എന്തുവാ, തമിഴ് എന്തുവാ? നീ സ്ലിം ആവാൻ നോക്കുവാണോ? നിനക്ക് വണ്ണം ഉണ്ടായിരുന്നോ? ഉടമ്പിന് എത്ര കിലോ ഉണ്ടായിരുന്നു ചോദിക്കാതെ മതി. കിലോ നേരത്തെ മുന്നാടി എത്ര കിലോ ഉണ്ടായിരുന്നു? 110 കിലോ. യേശു എന്നോട് പറയുവാ, എടി മോളെ, നീ ചൂട്ടുപോലെ കരിയാൻ പോവാ. ദൈവം നിനക്ക് അത്ഭുത സൗഖ്യം തരാൻ പോവാ. ഉടമ്പ് വന്ന് ഒള്ളിയാക പോത്. അവിടെ വലിയ ആഗ്രഹം, അവിടെ ഉടമ്പോ നിങ്ങളെ വന്ന് ഭയങ്കര ആഗ്രഹം. ഇവക്ക് ഈ വണ്ണം വെക്കുന്നതേ ശരീരഘടനയല്ല, രോഗ. തൂക്കം വരുന്നത് വ്യാധിയല്ല, ഒരു പൈശാചിക രോഗമാണ്. ഒരു ഒരു പൈശാചിക എന്ന് പറഞ്ഞ ഒരു പൊല്ലാത്ത ആവിയാണ്. 1:45 ഇനിയും പ്രസംഗിക്കണോ വേണ്ടേ? നീ പോയിരുന്ന മോളെ. എൻ പാറയാക്കുന്നവൻ, എൻ പരിചയാക്കുന്നവൻ, എന്റെ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ.